കൊല്ലും തോടിൻ്റെ കഥ കേൾക്കണോ കൂട്ടരെ? കളകളാരവം മുഴക്കി ഒഴുകുന്ന കൊല്ലും തോട്. ഇപ്പോൾ എൻ്റെ പേരൊക്കെ ആ പ്രതാപമൊക്കെ പോയി കൊല്ലൻ തോടായി. ഇത് കൂരാലി കവലയിൽ നിന്ന്, മുകളിൽ നിന്ന് വില്ലേജ് ഓഫീസിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെയൊക്കെ അടുത്തു നിന്നാണ് എൻ്റെ പുറപ്പാട്. അവിടുന്ന് ഞാൻ ചെറിയ ചെറിയ അരുവിയായിട്ട് പള്ളിക്കത്തോട് വഴിയിലൂടെ ഇങ്ങനെ ഒഴുകി 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 താഴോട്ടെത്തും. ഇവിടെ വരുമ്പോൾ കൊല്ലും തോടായി. കൊല്ലും തോടെന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയാവോ? പണ്ട് മഞ്ഞിപ്പുഴം തമ്പുരാൻ്റെ ഒക്കെ കാലത്തിന് മുമ്പ് അവിടെ എടപ്പള്ളി തമ്പുരാക്കന്മാരുടെ അധീനതയിലുള്ള മണ്ണായിരുന്നു. കോട്ടയം തമ്പുരാക്കന്മാരുടെയും ഒക്കെ അധീനതയിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ മണ്ണ് എല്ലാം അവർ എടപ്പള്ളി തമ്പുരാക്കന്മാർ റാന്നി കത്താക്കന്മാരെ ഏൽപ്പിച്ചു. കോട്ടയക്കത്താക്കന്മാരെന്നും പറഞ്ഞ് ഇവിടെ വന്ന് അവർ ഈ കോട്ടയപുരയിടത്തിൽ ഒരു ക്ഷേത്രമൊക്കെ പണിതു. ദേവിയെയും, അത് ക്ഷേത്രമല്ലായിരുന്നു കേട്ടോ, കളരി ഗുരുക്കന്മാരുടെ കളരിയായിരുന്നു. ആയോധനക്കളരിയിലെ ദേവതയായിട്ട് ശ്രീഭദ്രയും കാവലിനായി ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചു. അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അവരുടെ അധീനതയിലാണല്ലോ. കുറ്റം എല്ലാം ശിക്ഷിക്കാനും കൊല്ലാനും വിധി നടപ്പാക്കാനും എല്ലാ അവകാശം അവർക്കായിരുന്നു. അങ്ങനെ അവർ വിധി നടപ്പാക്കിക്കൊണ്ടേയിരുന്നു. കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഈ പാറകളിൽ വെച്ചാണ് കൊല നടത്തിക്കൊണ്ടിരുന്നത്. അത് കുറ്റവാളികളെ വിചാരണ ചെയ്യും, കഴുത്ത് വെട്ടും. ഇതൊക്കെ ഇവിടെയായിട്ട് ശിക്ഷയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ള. ഇധികം എൻ്റെ പഴയ പ്രതാപകാലത്ത് കൊല്ലും തോടായിരുന്നപ്പം പറയുന്നത് കേട്ടതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ പേര് മാറി പ്രതാപം പോയി കൊല്ലൻ തോടായി. അങ്ങനെ ശിക്ഷിച്ച് ഒക്കെ ഇരിക്കുന്ന എന്നിൽ അന്ന് ഈ ഇവിടെ ഭൂതപ്രേത പിശാചുക്കൾ ഇവിടെ വന്നിരിക്കുമെന്നാണ് പറയുന്നത്. അത് ഒരു ഒറ്റമലച്ചയെക്കുറിച്ച് പിള്ളേർ പറഞ്ഞ് പേടിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും, കോട്ടയം വസിക്കുന്ന പിള്ളേരൊന്നും 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരരുത്. 5:45 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ വന്നാൽ ഒറ്റമലച്ച് പിടിക്കും. പിടിച്ചാൽ പിന്നെ പൊടി പോലും കാണില്ല. ഇവിടെ ഒരു പാലയുണ്ട്. പണ്ട് ഒറ്റമലച്ചിയും യക്ഷിയും ഒക്കെ ആ പാല മരത്തേലൊക്കെ ഇരിക്കുമെന്ന് ആണ് പറയുന്നത്. അപ്പോൾ കൊല്ലും തോടായിരുന്നപ്പോൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഈ പാല മരത്തിൻ്റെ ഇവിടുന്ന് ഒരു വലിയ ശബ്ദമായിട്ട് രാത്രിയിൽ എന്തോ പുറപ്പെട്ടു പോകും. പാള വലിച്ച് അടിക്കുന്ന പോലുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങനെ 3 തവണ കേൾക്കും. പിന്നെ കൂവിച്ചയാണ്. നരി കൂവുന്ന പോലെ 3 വട്ടം കൂവും. പിന്നെ ആ കൂട്ടത്തിൽ നായ്ക്കൾ ഓലിയിടും, നരി കൂവും. പിന്നെ ഒരു വലിയ പ്രകാശം, തീ കനല് പോലെ, തീയുണ്ട പോലെ ആകാശത്തൂടെ പറന്ന് 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 പോകും. അങ്ങനെ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ കര കവിഞ്ഞ് ഒഴുകും. ഇപ്പോൾ പെരുമഴ വന്നു കഴിയുമ്പോൾ കര കവിഞ്ഞ് ഒഴുകും. അങ്ങനെ ഒഴുകി കഴിയുന്നതിന് മുമ്പ് എന്നിൽ മീനുകളും തവളകളും ഞണ്ടും, പണ്ട് പാട്ട് കേട്ടിട്ടില്ലേ, പണ്ടും ഞണ്ടും വട്ടികൂട്ട് കളിക്കുന്ന കച്ചങ്ങളെയും എന്ന അങ്ങനെയുള്ള തോടായിരുന്നു ഞാൻ. പണ്ടും ഞണ്ടും മീനും വട്ടവും മുഷി അങ്ങനെ പല പല മീനുകൾ ഇവിടെ വസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനെ ഒന്നും കാണാനില്ല. ആൾക്കാർ പറയുന്നതേ കറണ്ട് വന്നപ്പം ഈ കറണ്ടിനെ പേടിച്ച് ഇവരെല്ലാം ഓടിപ്പോയെന്നാ. എൻ്റെ ഇവിടെ വാനിലത്തോട്ടമായിരുന്നു എൻ്റെ ഒരു സൈഡേ. അത് കഴിഞ്ഞ് ഇവിടെ റബ്ബറായി. റബ്ബറും തെങ്ങുമായിരുന്നു, അതെല്ലാം പോയി.
ഇപ്പോൾ പുതിയതായിട്ട് എന്തോ കൃഷിക്ക് ഒരുക്കി ഇടുന്നുണ്ട്. ഏത് കൃഷിയും വരട്ടെ. ഇവിടെ മറുഭാഗത്ത് കോട്ടയപ്പുരയിടത്തിൽ ഉള്ള റബ്ബറും ജാതിയും കാപ്പിയും കൊക്കോയും തേയിലയും ഇത് കണ്ടോ, മൈസൂർ കവുങ്ങും ആഞ്ഞിലിയും സകല കൃഷികളും ഉണ്ട്. അതൊക്കെ തന്നെ കിളുത്തതുമൊക്കെയാണ് കേട്ടോ. ഇതൊരു പ്ലാച്ചിമടക്കുഴിയായിരുന്നു. പ്ലാച്ചിമടയെന്ന് കേൾക്കുമ്പം നിങ്ങൾ ഓർക്കും അതെന്താണെന്ന്. അതേ 84-ലെ വേനൽക്കാലത്ത് ഇവിടെ ആൾക്കാർ എൻ്റെ നെഞ്ച് തുളച്ച് പോയി ഒരു കുഴിയുണ്ടാക്കി വെള്ളം എടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ തിട്ടൊക്കെ ഇടിച്ച് ഈ പ്ലാച്ചിമടക്കുഴി നികന്ന് കല്ലുമെല്ലാം വീണ് നികന്നു പോയി. അപ്പം ഞാൻ പഴയ പോലെ സ്വസ്ഥമായി ഒഴുകുന്നു.